ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് മോഹൻലാൽ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ L366 പറ്റിയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബബ്ബ സിനിമയുടെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. മോഹൻലാൽ ഇരുന്ന ഹൈപ്പ്, ചിരിച്ചാൽ ഹൈപ്പ്, മീശ പിരിച്ചാൽ ഹൈപ്പ്, താടി പിടിച്ചവരെ ഹൈപ്പാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ 6-7 വർഷത്തിന് ശേഷം നമ്മുടെ L366 വേണ്ടി അങ്ങനെ താടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ നമ്മുടെ മോഹൻലാൽ ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്തൊരു പീക്ക് മൊമെൻ്റ് തന്നെ ആയിരുന്നു ഇത്. അപ്പോൾ എന്തായാലും തരുമൂർത്തിയിലാണ് പൂർണ്ണ വിശ്വാസം. അദ്ദേഹം നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ നല്ല ഗംഭീരം തന്നെ ആക്കി തരട്ടെ. കാരണം തുടരേണ്ട ഹിറ്റ് എന്തായാലും നമുക്ക് വീണ്ടും വേണം. പിന്നെ സിനിമ ഏകദേശം ഒരു 90 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. ജനുവരി 23 ഇന്നലെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഇന്നലെ ചെറിയ ഷോർട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ കാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ മീര ജാസ്മിനാണ്, ജഗദീഷ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി താരങ്ങളൊക്കെ ഉണ്ട്, മനോജ് കെ ജയനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. ലാലേട്ടൻ പട്ടാള വേഷത്തിൽ എത്തുന്നൊരു സിനിമയായിരുന്നു നമ്മുടെ പഹൽഗാം. നമ്മുടെ മേജർ രവി ആയിരുന്നു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നത്. അദ്ദേഹം തന്നെയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലാലേട്ടൻ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണി മുകുന്ദനാണ് ഞാൻ അടുത്തതായിട്ട് പരിഗണിക്കുന്നത്. അദ്ദേഹം ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ലാലേട്ടൻ എന്തായാലും പിന്മാറിയിട്ടുണ്ട്. മേ ബി അതൊരു നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ മേജർ രവിയൊക്കെ അത്യാവശ്യം ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണെന്നാണ് പൊതുവൊരു സംസാരം. കാരണം പിന്നെ പട്ടാള സിനിമ ഓൾറെഡി കണ്ണുമടുത്ത കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ ഒപ്പം ചെയ്യുകയാണെങ്കിലും നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. എന്തായാലും നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ലാലേട്ടൻ കുറേ ക്യാമിയോസ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഈ ഇടയ്ക്കായിട്ട്, ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലും ചെറിയൊരു ക്യാമിയോ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയിൽ നിന്നും അങ്ങനെ പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ലാലേട്ടൻ ക്യാമിയോസ് ഒന്നും ഇനി ചെയ്യാൻ പുതിയതായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ആ റോളിലേക്ക് നമ്മുടെ ഉണ്ണി മുകുന്ദനായിട്ട് പരിഗണിച്ചെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒറ്റക്കൊമ്പൻ നല്ലൊരു സിനിമ ആവട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള സിനിമ വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.